പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 11-ാം തീയതിയാണ്. ഇന്ന് പഠിക്കുന്ന വചനം പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. The first letter of Saint Peter, chapter 4, verse 12. അത് ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. Beloved, do not be surprised at the fiery ordeal that is taking place among you to test you, as though something strange were happening to you. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമുണ്ട്, ഇല്ലേ? ഓരോ ദിവസവും ക്രിസ്ത്യൻ്റെ വഴിയിൽ പറയുന്നത് പോലെ ഒരു വേദന വന്നു കഴിയുമ്പോൾ വന്ന് മാറുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു, അല്ലേ? ഒരു വേദന കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം നമ്മെ വേട്ടയാടുമ്പോൾ മിക്കവാറും വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ട് എനിക്കിങ്ങനെ? വൈ ഫോർ മീ? ഇതാണ് എൻ്റെ ചോദ്യം. നെഗറ്റീവായിട്ട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്രയും പ്രാർത്ഥിക്കുന്ന, ഇത്രയും നന്മകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചോദിക്കാൻ ആ ചോദ്യം അപ്രസക്തമാണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ദൈവം നമ്മുടെ ജീവിതത്തിൽ എബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് സംഭവിച്ചത്, അല്ലേ? വിശ്വാസത്തെ പരീക്ഷിച്ച പരീക്ഷണം. തൻ്റെ ഏക മകനെ ബലി കഴിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ എബ്രാഹിം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. പക്ഷേ ചോദ്യം മറിച്ചൊരു ചോദ്യമില്ലായിരുന്നു. ഞാൻ തരില്ല, എനിക്ക് വർഷങ്ങൾ കൂടി ഇരുന്ന് തന്ന മകനല്ലേ, ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവം പറഞ്ഞത് എന്തോ അത് ചെയ്യുവാനായിട്ട് എബ്രഹാം ആ തീരുമാനമെടുത്തപ്പോൾ ദൈവം കൊടുത്ത വലിയ അനുഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പരിഭ്രമം വേണ്ട. ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കർത്താവേ, നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം മാത്രം കർത്താവിനോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം തന്നുകൊണ്ട് ദൈവം മനോഹരമായി എന്നെയും നിങ്ങളെയും നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ഈ വചനം നിങ്ങൾ പഠിക്കണം. Beloved, do not be surprised at the fiery ordeal that is taking place among you to test you, as though something strange were happening to you. Amen.